അപ്പം നമ്മുടെ ചൂട് ബീഫ് റോസ്റ്റ് നമ്മളൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. നല്ല ചൂട് ബീഫ് റോസ്റ്റ്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടാൽ നല്ല സൂപ്പറായിട്ട് വെച്ചതാണ്. ഞാനിന്ന് ഇൻട്രൊഡക്ഷൻ എടുക്കാനായിട്ട് ടെറസിൻ്റെ മുകളിലേക്കാണ് വന്നത്. അപ്പം ഞാൻ കണ്ട അടിപൊളി ദൃശ്യമാണ്. അടിപൊളിയായിട്ടുണ്ടല്ലേ ആകാശമൊക്കെ കാണാനായിട്ട്. ആ ആകാശവും പച്ചപ്പൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. ഇവിടെ അത്യാവശ്യം നല്ല കാറ്റുണ്ട്. മിക്കവാറും ഞാൻ ഈ കാറ്റത്ത് പറന്നു പോകുന്നതാണ് തോന്നുന്നത്. ഞാൻ കുറച്ച് നേരം ഈ ഇൻട്രൊഡക്ഷൻ എടുക്കാൻ നടക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഈ കാറ്റ് നിൽക്കുന്ന ഒരു ലക്ഷണവും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും എടുത്ത് കളയാം അല്ലേ. അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കൂടെ നല്ല മഴയുണ്ട് കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ? അപ്പോൾ ഞാനിന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ബീഫ് റോസ്റ്റാണ്. പ്രത്യേകിച്ച് നമുക്ക് കേരളക്കാർക്ക് ബീഫ് എന്ന് പറയുന്നതന്നെ ആഹാ ബീഫ് എന്ന് നമ്മളിങ്ങനെ നല്ല ടേസ്റ്റാണല്ലോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ബീഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടൊരു നമ്മൾ അടിപൊളി റോസ്റ്റാണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ട്രൈ ചെയ്യാൻ മറക്കരുത്. പ്രത്യേകിച്ച് നമുക്ക് ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസ് നിങ്ങൾ എന്തായാലും ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കുക. അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് പോകട്ടോ. ഭയങ്കര കാറ്റാണ്. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയും ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ രുചികരമായിട്ടുള്ള ബീഫ് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3/4 കിലോ ബീഫാണ്. കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചതാണ്. വിനാഗിരി ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയതാണ്. നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണിത്, അതിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ 1 കപ്പ് ചെറിയ ഉള്ളിയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് സവാള യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ വഴറ്റാൻ നേരത്ത് സവാളയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെറിയ ഉള്ളി എടുത്തത്. പിന്നെ ചെറിയ ഉള്ളി എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കറികൾക്കെല്ലാം. അപ്പോൾ നമുക്ക് 1 കപ്പ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ കാശ്മീർ റെഡ് ചില്ലിയാണ്, അതിട്ട് കൊടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താലും മതി, ഒരു കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ബീഫ് റോസ്റ്റ് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ബീഫിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. എന്നാലേ നമ്മുടെ മസാലയൊക്കെ ബീഫിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ച് വരത്തുള്ളൂ. അപ്പം നമുക്ക് 15 മിനിറ്റ് ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി കുക്കർ അടയ്ക്കണം. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ കുക്കർ സ്റ്റൗവിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കൊരു 4-5 ബീഫ് ആയതുകൊണ്ട് ഒരു 4-5 വിസിലെങ്കിലും വേണം നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട്. അപ്പം നിങ്ങൾ എടുക്കുന്ന ബീഫിനനുസരിച്ച് വേണം നിങ്ങൾ അതിൻ്റെ വിസിൽ പോകാനായിട്ട്, അത് വേവിച്ചെടുക്കാനായിട്ട്. ചിലത് വേവുന്ന ബീഫായിരിക്കും, ചിലത് ഭയങ്കര ഒരു മുറ്റിയൊരു സംഭവമായിരിക്കും, അതായത് പെട്ടെന്ന് വേവത്തില്ല അത് നമുക്ക്. അപ്പം നിങ്ങൾ എടുക്കുന്ന ബീഫിനനുസരിച്ച് വേണം നിങ്ങൾ വേവിച്ചെടുക്കാനായിട്ട്. അപ്പം നിങ്ങൾ ഒരു 4-5 വിസിൽ പോയിട്ട് ഒന്ന് ജസ്റ്റ് തുറന്ന് നോക്കുക വെന്തോ ഇല്ലയോ എന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നുകൂടെ 2-3 വിസിൽ പോകുന്നിടം വരെ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പം നമുക്കൊന്ന് വേവിച്ചെടുത്ത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഈ ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കണം. അപ്പം ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പം നമുക്കിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിൽ എടുക്കാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇത് ഇടാവുന്നതാണ്. തേങ്ങാക്കൊത്ത് ഇത് നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും നമുക്ക്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങ മൂത്ത് വരുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കെയർഫുൾ ആയിരിക്കണം. ഞാൻ സിമ്മിലേക്ക് ഇട്ടു. ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുകൊണ്ടിരിക്കുകയാണ്. തേങ്ങ മൂത്ത് കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ കടിക്കുമ്പോൾ നമ്മൾ ബീഫ് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അതായത് ആ തേങ്ങ കടിക്കുമ്പോൾ ആ ടേസ്റ്റ് കിട്ടത്തില്ല കരിഞ്ഞു പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 4 സവാളയാണ്. ഇത് ചെറുതാക്കി ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. 4 ഒരു മീഡിയം സൈസ് സവാളയാണ്. അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 പച്ചമുളകാണ്. അത് ഞാൻ അരിഞ്ഞു വെച്ചേക്കാണ്. അതും ഇട്ട് കൊടുക്കാം. നമുക്ക് ഹൈ ഫ്ലെയിമിലിടാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്കിത് സവാളയൊക്കെ. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. നമ്മുടെ സവാള പെട്ടെന്ന് വാടാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കണം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിടാം. ഇപ്പോൾ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ചിലർ ചോദിക്കും എന്താണ് ഈ പച്ചമണമെന്ന്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്ന സമയത്ത് ഒരു കുത്തുമണം വരും. ഒരു ഭയങ്കര ഒരു മണം വരും. അതൊന്ന് മാറി കിട്ടുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ലോ ഫ്ലെയിമിലാക്കി ഇടണം. നമുക്കൊന്നും കൂടെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെക്കണം. നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച്, അതായത് നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി. ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തക്കാളി ചേർക്കാവുന്നതാണ്. ഞാൻ അതിന് പകരം ചേർക്കുന്നത് ഒരു നാരങ്ങയുടെ നീരാണ്. കുരുവൊക്കെ മാറ്റിയിട്ട് പിഴിഞ്ഞ് വെച്ചതാണ്. അതാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വരട്ടെ. നമുക്കൊന്നും കൂടെ ഒന്ന്
അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ പൊടി ഇടുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കണം, അല്ലെങ്കിൽ ഇടുന്ന അനുസരിച്ച് പൊടികളെല്ലാം കരിഞ്ഞു പോകും. അപ്പം നമ്മൾ ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിലാക്കി പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ വെള്ളം ഒഴിക്കാനേ പാടില്ല. ഇനി ബീഫ് വെന്ത് വരുമ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം കാണും. പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ബീഫ് ഇതിലേക്ക് ചേർക്കണം. അതിന് മുമ്പ് നമ്മുടെ ബീഫൊക്കെ ഒന്ന് വെന്തോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് വെന്തോ നോക്കാം. സ്റ്റീമൊക്കെ പോയി. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കണം. കണ്ടില്ലേ, ബീഫിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെന്തോ നോക്കണം. ചൂടാണ്, സംഭവം നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് പ്രസ് ആവുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് സ്റ്റൗ കത്തിക്കാം. നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ഉള്ളിയിലേക്ക് നമുക്കിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെന്ത ബീഫ് ചേർത്ത് കൊടുക്കണം. വെള്ളം ഉൾപ്പെടെ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് വെള്ളമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബീഫ് വേവിക്കുമ്പോൾ ഒത്തിരി വെള്ളം അതിൻ്റെ അകത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കുക്കറൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുത്തതിന് ശേഷം വേണം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് വെള്ളവും ചേർക്കേണ്ട ഒരാവശ്യമില്ല. നമുക്കിതെല്ലാം കൂടെ കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സായി വരട്ടെ. മസാലകളും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് കണ്ടില്ല, മസാലയൊക്കെ ആയിട്ടൊക്കെ ഒന്ന് മിക്സായി വന്നപ്പോഴത്തേന് തീരെ വെള്ളമില്ല അതിൻ്റെ അകത്ത്. നമ്മൾ കുക്കറിൽ നിന്ന് ഒഴിച്ച വെള്ളം കറക്റ്റാണ്, അതായത് ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം കറക്റ്റായിരുന്നു. നിങ്ങൾ വേവിക്കുന്ന സമയത്ത് തീരെ വെള്ളം ഇല്ലായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മിക്ക ബീഫ് വേവിക്കുമ്പോഴും അതിൻ്റെ അകത്ത് വെള്ളം വരും, ഉറപ്പാണ്. ഇതെല്ലാം കൂടെ കിടന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എല്ലാം ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായിട്ട് വരട്ടെ. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം. ഉപ്പൊക്കെ നല്ല പാകത്തിനുണ്ട്, ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്തായിരുന്നു. ഇത് സംഭവം നല്ല സ്പൈസിയും കൂടാണ്, കാരണം നമ്മൾ കുരുമുളകും മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ ഞായറാഴ്ച, കുട്ടിക്കാലത്തൊക്കെ ഞായറാഴ്ചയാണ് നമ്മൾ സാധാരണ ബീഫോ അല്ലെങ്കിൽ ഇറച്ചി, ഏത് ഇറച്ചി ആയാലും ഞായറാഴ്ചകളിലാണ് മെയിനായിട്ട് വാങ്ങിക്കുന്നത്. പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും, സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും നല്ല ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ വേവിക്കുന്ന നല്ല മണം വരും. നല്ലൊരു നൊസ്റ്റാൾജിയാണ്. പക്ഷേ ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ മിക്ക ദിവസവും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ മീറ്റ് കാണാതിരിക്കത്തില്ല. ചിക്കനോ അല്ലെങ്കിൽ ബീഫോ എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കത്തില്ല, അല്ലെങ്കിൽ ഫിഷ് കാണും. ഫിഷൊക്കെ പണ്ട് നമ്മുടെ വീട്ടിൽ എന്നും എല്ലാ ദിവസവും വാങ്ങിക്കുന്ന സംഭവം തന്നെയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരണം, പണ്ടൊക്കെ ഇറച്ചിയൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ. ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ബീഫിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ ഉള്ളിലേക്കൊക്കെ പിടിച്ച് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് വരും നമുക്ക് കഴിക്കാനായിട്ട് തന്നെ. അപ്പോൾ നമ്മൾ ഏത് ഫുഡ് ഉണ്ടാക്കി വെച്ചാലും പെട്ടെന്ന് തന്നെ നമ്മൾ കഴിക്കരുത്. കുറച്ച് സമയം, അല്ലെങ്കിൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ഒക്കെ കഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ പ്രത്യേക സ്വാദാണ് അതിന്. അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ തൂവി കൊടുക്കണം. ഇതൊക്കെ ഇങ്ങനെ ടേസ്റ്റ് കൂട്ടാനുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും കൂടെ ആയി കഴിയുമ്പോഴത്തേനും നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ക്രിസ്മസിന് തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ സൂപ്പറായിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ക്രിസ്മസിനൊന്നല്ല, ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒരു കൊതി തോന്നുകയാണ് ജസ്റ്റ് ഒന്ന് ബീഫ് കഴിക്കണം
എന്നൊക്കെ സമയത്ത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ അടിപൊളി ഡിഷാണ് ഈ ബീഫ് റോസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ജിതൂസ് കിച്ചൺ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.